ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കലാണ് നമ്മുടെ തൈറോയിഡിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഹോർമോൺ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയെ തൈറോയിഡിന് ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഹോർമോൺ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയായ ഹൈപ്പർ തൈറോയിഡിസവും ഹോർമോൺ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയായ ഹൈപ്പോ തൈറോയിഡിസവും. അതിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ നമ്മൾക്ക് ക്ഷീണം, ശരീരഭാരം, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ശരീരഭാരം കൂടുന്ന ഒരവസ്ഥ, മുടി കൊഴിച്ചൽ, തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നത്, ഇവയൊക്കെ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നതും മുടി കൊഴിച്ചൽ, മലബന്ധം, ചർമ്മത്തിലെ വരൾച്ച, ആർത്തവ ക്രമക്കേടുകൾ എന്നിവയെല്ലാം ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നവയാണ്. പിന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ. അത് എത്ര നന്നായി ഭക്ഷണം കഴിച്ചാലും ശരീരഭാരം പെട്ടെന്ന് കുറയുന്ന അവസ്ഥ, ഹൃദയമിടിപ്പ് വേഗത്തിലാവുകയും പരിഭ്രമം അനുഭവപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ, കൈകൾക്കും വിരലുകൾക്കും വിറയൽ അനുഭവപ്പെടുക, അമിതമായി വിയർക്കുകയും ചൂട് ഒട്ടും സഹിക്കാൻ കഴിയാതെ വരികയും ചെയ്യുക, ഇതൊക്കെയാണ് ഹൈപ്പർ